നമ്മളെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാലേ വെള്ളാരം യൂത്ത് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു മുഖം വെളുക്കാനുള്ള ഒരു പൗഡറിൻ്റെ പരസ്യമാണ് ക്രീമിൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ നാച്ചുറലായിട്ട് സാധാരണ ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് വന്ന അനുഭവം പറയണ പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. നോക്കാമല്ലോ നമുക്ക്. നിങ്ങളൊന്ന് പറഞ്ഞെടുത്തേക്ക് ചെയ്യേണ്ട എന്താണ്. വെറുതെ വന്ന് നിന്നിട്ട് വളരെ നോർമലായിട്ട് വരാം, ക്യാമറക്ക് ലുക്ക് തരും. അവിടെ നോക്കിയിട്ട് ഡയലോഗ് ഇങ്ങനെ പറയണം. വളരെ നിരാശനായി നിന്നുകൊണ്ട്, കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ എൻ്റെ നിറം കാരണം ഞാൻ വളരെ നിരാശനായിരുന്നു. എൻ്റെ കറുത്ത നിറം എൻ്റെ ജീവിതം തന്നെ എന്നെ വെറുപ്പിച്ചു. വീട്ടുകാർ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്കൊരു വിവാഹം പോലും നടക്കുന്നില്ല എൻ്റെ കളറ് കാരണം. അപ്പോഴാണ് ഞാൻ ഈ വെള്ളാരം യൂത്ത് ക്രീമിനെ കുറിച്ച് അറിഞ്ഞത്. അത് പെരട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കളർ ഇങ്ങനെയായി. വാവ്, കിട്ടിയത് ഇതല്ല, ഇതിലും നന്നാക്കി പറയണോ? ഇതുപോലെ തന്നെ പറയാം. ഈ ഫീല് വേണം. നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലോ? ഇത് കൈ പിടിക്കണ്ടോ? ഇല്ല, പറയാ ഒന്ന് നോക്കാം. റെഡി? നോക്കാം. ആക്ഷൻ. കഴിഞ്ഞ 1 മാസം വരെ വിഷ്ണു ഒന്ന് ടച്ച് ചെയ്ത്. എന്താ മോഹന, നേരം വെളുത്തപ്പോ തൊട്ട് നിനക്ക് പുട്ടിയിരുന്നല്ലേ? ടച്ച് ചെയ്യാൻ ആക്ഷൻ പറയുമ്പോഴാണ് ടച്ച് ചെയ്യണ. വേമാറ് സൈലൻസ്. റോൾ. ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. വർക്കില്ലാണ്ടായിരിക്കും. കട്ട്. അങ്ങനെയല്ല പറയേണ്ടത്. ഇത് നാടകം തുടങ്ങാൻ അനൗൺസ് ചെയ്യണ പോലെ അല്ല. നമ്മൾ സാധാരണ ഒരാൾക്ക് അനുഭവം വന്നിട്ട് അയാൾ ഉള്ളിന്ന് പറയണ പോലെ പറയണം. ഞാൻ പറഞ്ഞു തന്നില്ലേ? കഴിഞ്ഞ 1 മാസമായി ഞാൻ വളരെ നിരാശനായിരുന്നു. അതാണ് മാണ്ടി കേട്ടോ. പറഞ്ഞേ ഒന്ന് നോക്കാം. ജീവ ഒന്ന് നോക്കാം. കഴിഞ്ഞ 1 മാസം വരെ ഞാൻ വളരെയധികം നിരാശ. അതല്ല നമുക്ക് വേണ്ടത്, അതല്ല. അതെ, ഇപ്പൊ ഇതിന് ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. അവന്റെ വർത്തമാനത്തിലൊക്കെ കുറച്ച് ജാടുണ്ട്. അപ്പൊ വന്നപ്പോ ശ്രദ്ധിച്ചോ, ഞാൻ ഷൈക്കിന്റെ അടുത്തോ ഷൈക്കിന്റെ രണ്ടേ പോയി. ഇല്ല, അവൻ കുറെ ആഡ് ചെയ്തിട്ടില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത്ര കളർ വേണ്ടല്ലോ നമ്മളെ ആൾക്ക്. ഇത്രയും കളർ തന്നെ ആക്കിയത് രാവിലെ തൊട്ട് 4 ആള് കൂട്ടിയിട്ടിട്ടാണ്. അവന് കളറൊന്നുമില്ല. ഇത് കളറാക്കിയതാ. കളറാക്കി അവന്റെ യഥാർത്ഥ പടം നമ്മൾ സൈഡിൽ കാണിക്കും. ഇത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന മുമ്പുള്ള നമ്മ കാണിക്കും. അപ്പൊ രണ്ടിനും പറ്റിയ ആളാണിത്. പുറകിൽ നിൽക്കുന്ന പച്ച കളറില്ലേ, അത് മഞ്ഞൊക്കെ ആറ്റം പച്ചയാകുമ്പോ അതിനൊരു ആ കളറൊന്നും കാണൂല. ഇതൊരു ഗ്രീൻ മാറ്റാണ്, പുതിയൊരു ടെക്നോളജിയാണ്. അതിന്റെ പുറകിൽ നമുക്ക് ഈ ക്രീമിന്റെ പെട്ടിയും പാക്കറ്റും ഒക്കെ ഇങ്ങനെ കറങ്ങും നിന്നിട്ട് അങ്ങനെ വരും. ഫൈനൽ ഔട്ടിൽ അതൊന്നും ഉണ്ടാവില്ല, പച്ചയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ കാണിക്കുമ്പോ ഇപ്പൊ അഭിപ്രായം പറയല്ലേ, ഞാൻ ആകെ ടെൻഷൻ. നോക്കാം നമുക്കത്. മോഹൻ ഓക്കെ അല്ലേ? അറിയാൻ പാടില്ലേ, പറയണം. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, ബൈ ഹാർട്ട്. സൈലൻസ്. റോൾ. ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം എന്നെ അവഗണിക്കുമായിരുന്നു. എൻ്റെ 12 വിവാഹാലോചനകൾ വരെ മുടങ്ങിപ്പോയി. ആ സമയത്താണ് ഞാൻ വെള്ളാരം യൂത്ത് ക്രീമിനെ പറ്റി അറിയുന്നത്. 1 മാസം ഞാൻ ഇത് ഉപയോഗിച്ചതേ ഉള്ളൂ. എൻ്റെ മുഖം നോക്കൂ. വാവ്, എന്ത് മാറ്റം! ഞാനല്ലേ പറയേണ്ടത്? സാക്കിയിട്ട് പറഞ്ഞു പോയതാ. നിന്നോടല്ലേ പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ നീ മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. ഡയലോഗ് കറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫീലില് പറയണം. ഞാൻ പറഞ്ഞു തന്നില്ല നിന്നോട്? ഫീൽ ഉണ്ടായിരുന്നു. എവിടെ ഫീൽ ഉണ്ടായി? പൈസ ചോദിക്കണ നേരത്ത് ഫീൽ ഉണ്ടായി നിനക്ക്. ഇതിൽ വരണ്ടേ? വേണ്ട, വേറെ ആളെ വെക്കി. കുറെ കാലമല്ല മോഹന നീ തൊഴിൽ തുടങ്ങിയിട്ട്. ഒരു ചെറിയ ഡയലോഗ് നിനക്ക് പറയാൻ പറ്റില്ലേ? ഒരു ദിവസം വർക്കിന് വിളിച്ചാൽ ഞാനിപ്പോ ആടിന് 50 ആണ് വാങ്ങണ, 1 lakh ആണ് വാങ്ങണ. വാങ്ങിയിട്ട് കാര്യമില്ല, അത് പെർഫോമൻസിന് വരണം. അല്ല, ഇപ്പൊ തരുന്ന 50 മുഴുവൻ ഇവന് കൊടുക്കുക. അതവൻ ചോദിക്കില്ല, 5 രൂപ കൊടുത്തോളൂ. അതെ, നിങ്ങൾ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. MD ഇപ്പൊ വിളിക്കുമ്പോ പറയണം, ഇവനെ ഒഴിവായി കളി. വേറെ എന്താ ഇപ്പൊ നടക്കാൻ പെട്ടെന്ന്? ചക്കരേ, ഇനി പറയാൻ നിൽക്കണ്ട, നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ. സാറേ, നമുക്ക് ഇവനെ കൊണ്ട് പറയിപ്പിച്ചാലോ? ഇവനോ? ആ പച്ച ഷർട്ട് ഇട്ടാണ് അവൻ പറയും എടുക്കാനാണ്. അല്ല, ഓ കറുത്തിട്ടല്ലേ? അവനെ വെളുപ്പിക്കാമല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്ത്. അങ്ങനെയൊക്കെ വെളുക്കുവോ? പിന്നെ വെളുക്കൂലേ. നിങ്ങൾ ഈ സീരിയൽ നടിമാരെ കണ്ടിട്ടുണ്ടാ? അവര് അഭിനയിക്കാൻ രാവിലെ വരുമ്പോ പെറ്റ തള്ള കണ്ടാ സഹിക്കൂല.
ആ കോലാണ് നമ്മൾ അങ്ങനെ ആക്കി എടുക്കണത്. ഫുള്ള് മേക്കപ്പ് അല്ലേ? പിന്നില്ലേ പറയിപ്പിച്ചാലോ? ഉറപ്പിക്കാം. അവനെ ഡയലോഗ് ഒന്ന് പറയിപ്പിച്ചോ. ചക്കരേ, ഞാൻ പറഞ്ഞ ഫീലില്ലേ, അതുപോലെ നീ ഒന്ന് വായിച്ചേ. അവനല്ല, നീ വായിക്ക്. ഞാനാ? ഒന്ന് വായിക്ക് മോഹൻ, അത് കേൾക്ക്. കഴിഞ്ഞ ഒരു മാസം വരെ ഞാൻ വളരെ നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ അവഹേളിച്ചു. എൻ്റെ വിവാഹം പോലും മുടങ്ങിപ്പോയി. ആ സമയത്തായിരുന്നു ഞാൻ ഈ ക്രീം പരിചയപ്പെടുന്നത്. ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എന്നിൽ വളരെയധികം മാറ്റമാണ് വന്നത്. വാവ്, നോക്കൂ ഈ ക്രീം. മതിയാ? ഇതാണ് ഫീല്, ഇതാണ് നമുക്ക് വേണ്ടിയേ. എടാ നീയേ അവനെ കൊണ്ടുപോയിട്ടെ ഒരു 3 ലെയർ പുട്ടിയിട്ടിട്ടൊന്ന് വെളുപ്പിക്കും. അവൻ മതി. നീ ആ ഷർട്ടും പാൻറ്റും അവൻ അഴിച്ചു കൊടുക്കുക, അവൻ പറഞ്ഞോളും. അപ്പൊ എന്റെ ഷോർട്ട് ഷോർട്ടൊന്നുമില്ല, നീ ആ ഷർട്ട് അങ്ങോട്ട് ഊരി കൊടുക്കും. അതെ, ഇവനാകുമ്പോ 50,000 രൂപ ആവശ്യം വരില്ലല്ലോ അല്ലേ? ഇവനാകുമ്പോ 10-75 രൂപ വേണ്ടി വരും. അതെ, അവനെ വെളുപ്പിച്ചെടുക്കാൻ 10-35,000 രൂപ ആവൂലേ? പിന്നെ ഞാൻ ഈ മോഹനെ കൊണ്ട് പറ്റാത്തേക്ക് ഇവനെ കൊണ്ടാ ചെയ്യിക്കണ. പിന്നെ മിടുക്കനാണ് ഇവൻ, പൊളിക്കും. ബ്രേക്ക്. അവൻ വരട്ടെ.